ഇവന്മാരെയൊന്നും കൊണ്ട് എവിടെയും വരാൻ പറ്റില്ല, പേടിത്തൊണ്ടന്മാര്. അത് നാണക്കേട്. ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ടായി, പേടിച്ചിട്ട് അറിയാനുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഞാനും മക്കളും കൂടെ ഇച്ചുവിൻ്റെ ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ പോകണം. ഇവിടെ കേരള ബോർഡിലാണ് കേട്ടോ അക്ഷയ കേന്ദ്രത്തിലാണ് പോണത്. അപ്പോൾ ഇച്ചും ഫവാസും ഉണ്ട്. ഫവാസിനൊന്നും സ്കൂളുണ്ടായിരുന്നു, പക്ഷെ അവൻ പോയില്ല. അവന് വയറുവേദന രാവിലെ തുടങ്ങി. ഇച്ചുവിനില്ല, അതുകൊണ്ടായിരിക്കണം അവന് വയറുവേദന. അപ്പോൾ അവനവിടെ സൈഡിൽ പോയിട്ടിരിക്കണ്ട്. ഇച്ചുൻ്റെ മുഖം നോക്കി വല്ലാത്ത വിഷമം. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ മാത്രമേ കണ്ടുള്ളൂ ഫവാസ് ഐസ്ക്രീം കഴിക്കുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതും പറഞ്ഞ എന്നോട് പരാതി പറയണം കേട്ടോ. അപ്പം നമുക്ക് അക്ഷയ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ പോയി കിട്ടുമെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ നമുക്കൊന്ന് ബാങ്കിൽ പോകണം, കാരണം ഫവാസിൻ്റെ പാസ്ബുക്കിൽ കുറേ ദിവസമായി യൂണിഫോമിൻ്റെ പൈസ വന്ന് കിടക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്നാൽ നമുക്ക് പോയി നോക്കാം. പക്ഷേ ഇന്ന് ശനിയാഴ്ചയാണ്, ഉറപ്പൊന്നുമില്ല ടൈമിൽ അവിടെ എത്തുമെന്ന്. പക്ഷേങ്കിൽ നമ്മൾ പോകുന്ന വഴി എളുപ്പ വഴിയാണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പോണത്. പക്ഷേ ഒരു വനമേഖലയിൽ കൂടെ കേട്ടോ പോണത്. ഇത് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശമാണ് കേട്ടോ. അപ്പം നമുക്ക് പോയാലോ? 100 മുകളിലുണ്ട്. അപ്പം അതിൽ 9ാമത്തെ സ്ഥാനം നമുക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 11ാമത്തെ സ്ഥാനത്തുണ്ടായ ടീച്ചർ ഇക്കൊല്ലം പറഞ്ഞായിരുന്നു നമ്മൾ 9ാമത്തെ ലീഡിലോട്ട് എത്തിനെന്ന്. അതിനങ്ങനെയെങ്കിലും 5 ആക്കിയിട്ട് ഫസ്റ്റ് ആക്കിയാൽ നമ്മളെ സ്കൂള് ഫുള്ള് പുതുക്കി പണിയെന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ ടീച്ചർ. അതവൻ വെറുതെ പറഞ്ഞാണ്. കാസർഗോഡിലെ ഏറ്റവും വലിയ വയൽ ഇതെന്നൊക്കെ അത്ര വലിയതൊന്നുമല്ല, അത്യാവശ്യം ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. ഇവിടെയൊക്കെ പുലിയൊക്കെ ഇറങ്ങാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിലെ പോകുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാറുണ്ടെന്നല്ലാണ്ട് എനിക്ക് ഒറ്റക്ക് പോകാൻ നല്ല പേടിയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ജീവിച്ച ചുറ്റുപാടുകളൊന്നും ഇങ്ങനത്തെ കാടും മേടൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു പേടി തോന്നണത് കേട്ടോ. അപ്പോൾ കിടാങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ പോരുന്നത്. അപ്പം അവര് തന്നെ കൂടുതൽ പേടിപ്പിക്കും കേട്ടോ. അങ്ങനെയാണ്. എനിക്ക് ഒന്നാമത് ഇപ്പൊ കുറച്ച് പേടി ഉള്ളൊരു ടൈമാണ്. എന്ത് കണ്ടാലും എനിക്ക് പേടിയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ നമുക്കൊരു ഭയം, ഈ സൗണ്ടുകളും പിന്നെ ഭയങ്കര മഴ. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെളിച്ചമൊന്നുമില്ല, നല്ല ഇരുട്ടായിരുന്നു കേട്ടോ, നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പോവാം. അതന്നെയാണ് അതിന് വന്നത്. ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞ ഞാൻ എടുത്ത് കുത്തി കൊല്ലാം. ഇതിലൊക്കെ ഒറ്റക്ക് വരുന്നു. എന്റെ ധൈര്യം നോക്കിയ മുമ്പിലൊറ്റയ്ക്ക് പോവുകയാണ്. എന്ത് ചെയ്യും? ഈ സമയത്താണ് ഞാൻ അതിലൊറ്റക്ക് പോവും. പക്ഷെ രാത്രിയാണ് ഞാൻ പോവില്ല. ഒന്നാമത് ഇവിടെ നമ്മ ഉണ്ടാണ്ടിരുന്നാൽ തന്നെ കുസ്കു 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 എന്ന് പറഞ്ഞ സൗണ്ട് വെക്കും. മഴ പെയ്യുമ്പോ നിക്കണം അവിടെ. എടുക്കുന്ന കണ്ടാ
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇവിടം വരെ വന്നാലേ നമുക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം ചേഞ്ച് ആയി. നിങ്ങൾ നോക്കി ചുറ്റും കാട്, ചുറ്റും എവിടെ നോക്കിയാലും കാട്. മഴയാണ്, മഴ ചാറണമൊന്നുമില്ല, ഭയങ്കര കാട്. നോക്ക്, ഇത് നമ്മളുള്ളത് സ്ഥലമൊന്നും ഞാൻ പറയണില്ല, പക്ഷെ കാട് എന്ന് പറയുന്നില്ലേ നമുക്ക്. ഇപ്പോൾ ഈ ടൈമിലൊന്നും ഒരു വണ്ടി പോലും പോകുന്നില്ല, റോഡുണ്ട്. ഇത് നല്ല പേടി. ഫാസിന് പേടിയാവണ്ട, ഇച്ചിന് പേടിയാവണ്ട. വീടിന്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര പേടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് വഴി പോണം? ഈ വഴി പോണോ ഈ വഴി പോണോ? ഏത് വഴി? ഈ വഴി പോടാ. അപ്പൊ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാലും വീടെത്തൂല. ഈ വഴി പോയാൽ കുറേ വളഞ്ഞിട്ട് പോകണം. ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് അടുത്തെത്തും. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ വരുന്ന വീഡിയോ ഒക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോവാം. വായിച്ചോ, ഒരു വണ്ടി പോയേനെ അവര് മേടിച്ച്. അസ്തഗ്ഫിറുല്ലാ. ഈ കിടാങ്ങളെ കൊണ്ടൊന്നും എവിടെയും വരരുത്. എന്ത് അത്ര ഇതൊന്നുമില്ല, പക്ഷെ ഈ മഴക്കാറാവുന്നില്ലേ എന്തോ ഒരു ഭീകരാന്തരീക്ഷം. എന്താ അപ്പൊ ഞങ്ങൾ പോവാം. ഇവന്മാരെയൊന്നും കൊണ്ട് എവിടെയും വരാൻ പറ്റില്ല, പേടിത്തൊണ്ടന്മാര്. അത് നാണക്കേട്. ഒരു വണ്ടി അവിടുന്ന് വരുന്നുണ്ടായി, പേടിച്ചിട്ട് കരയുന്നുണ്ട്. അതില്ലേ ഇവള് പുലിനെ പറ്റി അറിഞ്ഞാലുണ്ടായി. ഞാനാണ് ഒരു ചിന്തയിലുണ്ടായി. പെട്ടെന്ന് സ്പീഡിൽ ഒരു വണ്ടി വന്നു. എന്റെ വിചാരം എന്തോ ഓടിക്കൊണ്ടിരുന്നാണ്. ഞാൻ അടുത്ത് ഇതേപോലത്തെ കുഴിക്ക് തുള്ളാൻ പോയി. ഇതേപോലത്തെ കാടിന്റെ ഉള്ളിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവിടെ എന്തുള്ളത്? കുഴിയുന്നുള്ളത്. ഇവരെയും കൊണ്ടൊന്നും നടക്കണ കാര്യമൊന്നല്ല. ഈ പരിപാടി നടക്കൂല. രാവിലെ തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ശല്യമാണ്. നമുക്ക് പോവുമാന്ന്. അപ്പം എനിക്ക് അക്ഷയയിൽ പോകാനുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇവരെയും കൊണ്ടൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന്. അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി തന്നെയാണ്, പക്ഷെ ഭയങ്കര കാടാണെന്നുള്ളൂ. പക്ഷെ ഒരു പേടി, ഈ മഴക്കാരൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കണം. ഇവരെയും കൊണ്ട് എവിടെയും നടക്കൂല. അങ്ങനെ ഞങ്ങൾ കാവിടി തുള്ളി ഇതേ പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇപ്പം അടുത്തത് റോട്ടിലേക്ക് ഇറങ്ങല്ലേ, ഇനി പിന്നെ പേടിക്കാനൊന്നുമില്ലാന്ന്. പക്ഷെ അപ്പോഴത്തേനും നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഈ വഴിയിലോട്ടൊക്കെ വന്നിട്ട്, കാരണം ഒരു 6-7 മാസത്തോളമായിട്ടുണ്ട് ഈ വഴിയിലോട്ട് ഇതിൽ വന്നിട്ട്. ഫസ്റ്റ് വരുമ്പോൾ തന്നെ വഴി അത്ര നേരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര കട്ടറായിരുന്നു. എൻ്റെ വണ്ടിയുടെ ടയർ ഒന്നാമത് ശരിയല്ല, പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ 3 തടിയന്മാർ, ഒന്നാമത് ആളില്ലാത്ത സ്ഥലമാണ്. അപ്പൊ കിടാങ്ങൾ അവിടെ ഇറക്കിയിട്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് താഴോട്ട് പോയി. നമ്മളെ 1 കിലോമീറ്റർ നടത്തി, 5 കിലോമീറ്റർ കാടിൽ 2 കിലോമീറ്റർ നമ്മളെ നടത്തി. പാടാളി മെയിൻ റോഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. ഫൈനലി ഞങ്ങൾ അങ്ങനെ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. മെയിൻ റോഡ് എത്തിയിട്ടും ഈ കാട് അവസാനിക്കുന്നില്ല. ഇത് ഞങ്ങൾ പോകുന്ന റൂട്ട് കാസർഗോഡ് റൂട്ടാണ്. ഞങ്ങൾക്ക് പക്ഷെ കാസർഗോഡ്ക്കൊന്നും എത്തണ്ട, ആ വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീട്ടിലോട്ടുള്ള വഴിയായി. പക്ഷെ എത്ര വണ്ടി ഓടിച്ചിട്ടും അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. അതാണ് പ്രശ്നം. ഒന്നാമത് ഞാൻ റെസ്റ്റിലിരിക്കുന്ന ടൈം കൂടിയാണ്. കുറേ നാളായി നമ്മൾ ഇത്രയും നേരം വണ്ടി ഓടിച്ചിട്ടൊക്കെ കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. മഴയുണ്ടായില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ്. മഴയൊന്നും വക വെക്കാതെയാണ് കേട്ടോ നമ്മ വണ്ടി ഓടിച്ച് പോകുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന്. അപ്പൊ കിടാങ്ങൾക്കൊക്കെ നല്ല വിശപ്പുമായിട്ടുണ്ട്. പക്ഷെ ഇവിടങ്ങളിലൊന്നും ഒരു കടകളൊന്നും കാണുന്നില്ല. ഇവിടെ ഒന്നും കടയില്ലാന്ന് നമുക്കറിയാം. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. ഇനി ഫവാസ് വെച്ചും പറഞ്ഞേ ഇനി ഞങ്ങൾ വണ്ടിയുമ എവിടെയും വരൂല എന്നാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം.
അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മ ബാങ്കിലോട്ടാണല്ലോ വന്നത്. പക്ഷെ ശനിയാഴ്ച ബാങ്കിന്റെ ടൈമൊക്കെ കഴിഞ്ഞ് ഈ കാട്ടിലുള്ള ബാങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, അവര് കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് ബാങ്ക് അടക്കാനായിട്ട്. അതേപോലെ തന്നെ അവര് ബാങ്കൊക്കെ അടച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു ചെറിയ കടയിൽ കയറി ചായയൊക്കെ കുടിക്കാൻ തീരുമാനിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ കട്ട്ലേറ്റ്, അതേപോലെ തന്നെ മുട്ട ബജി, പഴംപൊരി ഒക്കെ കഴിച്ചിട്ടാ. പിന്നെ ഫവാസിന് അവക്കാഡോ ജ്യൂസ് മതി എന്ന് പറഞ്ഞ്, ഇച്ചുവിന് ചിക്കു, എനിക്ക് ചായ പറഞ്ഞ്. പക്ഷെ അവക്കാഡോ ജ്യൂസ് ഫവാസ് കുടിക്കുന്നുണ്ടപ്പോൾ എനിക്കും കുടിക്കാൻ തോന്നി. പക്ഷേ ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടാ. നമ്മ കടയിലൊക്കെ പോയി കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലില്ലേ, നമ്മ ആദ്യം വില ചോദിക്കണം കേട്ടോ. വില ചോദിക്കാണ്ട് എടുത്തപടി നമ്മളെ വയറിന്റെ വിശപ്പിന്റെ വിളിയിൽ നമ്മ അതൊക്കെ മറന്ന് വില ചോദിക്കാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ അബദ്ധം പറ്റും. കാരണം ഞാൻ പൈസ കയ്യിൽ എടുക്കാതെ പോയത്. അവിടെ ചെന്ന് ജ്യൂസൊക്കെ ആക്രാന്തത്തിൽ വലിച്ചു വാരി കുടിച്ച് നോക്കി ബില്ല് നോക്കിയപ്പില്ലേ എൻ്റെ തല കറങ്ങിപ്പോയി. കാരണം ഈ അവക്കാഡോ ജ്യൂസ് എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൽ വെറും പാല് മാത്രം ഉണ്ടായുള്ളൂ. അവക്കാഡോന്റെ ഒരു ടേസ്റ്റും കിട്ടിയില്ല. പക്ഷെ ബില്ല് ഒരു ജ്യൂസിന് 80 രൂപ വാങ്ങിച്ചിട്ടാ. പുറമേയൊക്കെ സിറ്റിയിലൊക്കെ ചിലപ്പോൾ അത്രയും വില ഉണ്ടാവും. പക്ഷെ ഇത് അത്ര വലിയ സിറ്റി ഒന്നും അല്ല. അവര് ഭയങ്കര പൈസയാണ് വാങ്ങിച്ചത്. എനിക്ക് ശരിക്കും തലക്കടിയുണ്ടോ കൂട്ടായി. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും ബിരിയാണി തിന്നുന്ന പൈസ ആ ഒരു ബേക്കറിയിൽ 3 ജ്യൂസും ഒരു ചായയും കുടിച്ചപ്പോൾ ആയിട്ടുണ്ട് കേട്ടാ. എന്തായാലും സാരില്ല, പറ്റിപ്പോയി. എന്തായാലും നമ്മളുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വ്ലോഗായി വരുന്നവരെ എല്ലാവർക്കും ബൈ.